12 വർഷത്തിലൊരിക്കൽ പള്ളിനായാട്ടിനു പോയ പരമശിവൻ വനത്തിനുള്ളിൽ നിന്നും ഗന്ധർവ കിന്നര സാന്നിധ്യമുള്ള ഒരു ഗാനം കേട്ടു. ദേവി ഭക്തയും വേടതരുണിയുമായ കൂളിവാക എന്ന സുന്ദരിയായിരുന്നു അത്. കൂളിവനത്തിന്റെ ആ ഏകാന്തതയിൽ വച്ച് മാരവൈരിയാണെങ്കിലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ കാമപരവശനായി എല്ലാം മറന്നു കൂളിവാക എന്ന സുന്ദരിയെ പ്രാപിക്കുവാൻ നിശ്ചയിക്കുകയും തിരിച്ചുവരുന്ന സമയം അറിയിച്ചു പള്ളിനായാട്ടിനു പുറപ്പെടുകയും ചെയ്തു. പാർവതി ഭക്തയായ കൂളിവാ കാത്തുനിൽക്കാനുള്ള ഭഗവാന്റെ കൽപ്പന കാമോഹിതമാണെന്നും ഇഷ്ടദേവിയുടെ നാഥനെ പ്രാപിക്കുന്നത് മഹാപാപമാണെന്നു തിരിച്ചറിഞ്ഞു വല്ലാതെ വിഷമിച്ചു. അവൾ തന്റെ ആരാധ്യയായ പാർവതി ദേവിയെ സ്തുതിച്ചു. ഭക്തപ്രിയയായ ദേവി തൽക്ഷണം പ്രത്യക്ഷപ്പെട്ട് കാര്യമെല്ലാം ഗ്രഹിച്ചു. കൂളിവാകയുടെ നിഷ്കളങ്ക ഭക്തിയിൽ സംപ്രീതയായ ദേവി അവളെ ആശ്വസിപ്പിച്ചിട്ട് കൂളിവാകയുടെ പൂർവകത അറിയിച്ചു. പൂർവ്വജന്മത്തിൽ കൈലാസത്തിലെ പരിചരിണി ആയിരുന്ന മൻസ്വിനി എന്ന യക്ഷിണിയായിരുന്നു കൂളിവാക. ഒരിക്കലവൾ ഉണ്ണിഗണപതിയെ മുലയൂട്ടി. തന്റെ പരിചാരിണിയായ യക്ഷിണി തന്റെ മകനെ മുലയൂട്ടി എന്നറിഞ്ഞപ്പോൾ പാർവതീദേവിക്ക് സഹിച്ചില്ല. ഭൂമിയിലെ ചണ്ഡാലകുലത്തിൽ പിറക്കട്ടെയെന്ന് പാർവതി മൻസ്വിനിയെ ശപിച്ചു. കോപമടങ്ങിയപ്പോൾ ദേവിക്ക് മൻസ്വിനിയോട് സഹതാപം തോന്നി. ചണ്ഡാലകുലത്തിലെ ഉത്തമനായ ഒരുവന്റെ മകളായി ജനിക്കുമെന്നും കന്യകാത്വം നഷ്ടപ്പെടും മുമ്പ് ശിവപുത്രനെ മുലയൂട്ടാൻ ഭാഗ്യമുണ്ടായാൽ ശാപമോക്ഷം ഉണ്ടാകുമെന്നും ദേവി അന്ന് അരുൾ ചെയ്തു. ഭഗവാൻ കൂളിവാകയെ കണ്ടുമുട്ടിയതും അവളിൽ കാമാതുരനായതും വിധിനിർണയമാണെന്നും അഹങ്കാരിയായ ജലന്ധരന്റെ നിഗ്രഹം ഒരു പുതിയ അവതാരത്തിലൂടെ നടക്കേണ്ട കാലമായെന്നും ദേവി അവളെ അറിയിച്ചു. അതിനാൽ പാർവതീദേവി വേടതരുണിയുടെ രൂപം ധരിച്ചു മായാ കൂളിവാകയായി ശ്രീ പരമേശ്വരനെ സ്വീകരിച്ചു കൊള്ളാമെന്ന് അരുളി ചെയ്ത് ആ സാത്വിയെ യാത്രയാക്കി. തന്റെ എല്ലാ ഭയാശങ്കകളും മാറിക്കിട്ടിയ കൂളിവാകയും സന്തുഷ്ടയായി. ഭഗവാൻ പരമേശ്വരന്റെ വരവും കാത്തുവരിക്ക പ്ലാവിന്റെ നീണ്ട കൊമ്പിൽ കെട്ടിയ വള്ളിയൂഞ്ഞാലിൽ മായാകൂളിവാക ആടിക്കൊണ്ടിരുന്നപ്പോൾ നായാട്ടുക്ഷീണവുമായി ഭഗവാൻ തിരികെയെത്തി. മായാകൂളിവാകയായ ശ്രീ പാർവതിയിൽ ജനിച്ച ശിശുവിന് നല്ലൊരു കാട്ടുപോത്തിൻ കുട്ടിയെ കാവലിനാക്കിയ ഭഗവാൻ വളരുമ്പോൾ ശിശുവിന് വാഹനമായും ആ മഹിഷത്തെ നിയോഗിച്ചു. തിരികെ കൈലാസത്തിലെത്തിയ ഭഗവാൻ ശ്രീ പാർവതിയോട് ആ കുട്ടിയെ അനുഗ്രഹിച്ചതിനുശേഷം കൂളിവാകയെ ഏൽപ്പിക്കാൻ അരുളി ചെയ്തു. ഉടനെ തന്നെ കൂളിവനത്തിലെത്തിയ പാർവതീദേവി ശിശുവിന് വിഷ്ണുമായ എന്ന് നാമകരണം ചെയ്ത് കൂളിവാകയ്ക്ക് കുഞ്ഞിനെ നൽകി. വിഷ്ണുമായ 7 വയസ്സുവരെ കൂളിവാക്കരുകിൽ വളർന്നു. തന്റെ ഇഷ്ടവാഹനമായ പോത്തിൻ പുറത്തേറി ഇഷ്ടവാദ്യമായ ഇയാറയുമായി വനത്തിൽ വിഹരിച്ചിരുന്ന വിഷ്ണുമായ മലയർക്ക് കണ്ണിലുണ്ണിയായിരുന്നു. മലയരുടെ കഷ്ടപ്പാടുകളിൽ വിഷ്ണുമായ അവരോടൊപ്പം നിന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും കാനനവാസികളെ രക്ഷിക്കുന്നതിൽ വിഷ്ണുമായ ശ്രദ്ധാലുവായിരുന്നു. വിഷ്ണുമായ്ക്ക് 7 വയസ്സു തികഞ്ഞപ്പോൾ വനവാസികളെല്ലാവരും ചേർന്ന് അതിഗംഭീരമായ ഒരു സദ്യ നടത്തി. പിറന്നാൾ വിഭവങ്ങളൊരുക്കാൻ വിഷ്ണുമായും അവരോടൊപ്പം ചേർന്നു. അമൃതസമാനമായ ആ സദ്യ എല്ലാവർക്കും വളരെ ഇഷ്ടമായി. തദവസരത്തിൽ ത്രികാലജ്ഞാനിയായ നാരദൻ അവിടെയെത്തി. വിഷ്ണുമായെ കണ്ട് ആഹ്ലാദചിത്തനായ നാരദൻ അവന്റെ മാതാപിതാക്കൾ പാർവതി പരമേശ്വരന്മാരാണെന്നും അവരെ കൈലാസത്തിൽ ചെന്ന് കണ്ടു അനുഗ്രഹം തേടണമെന്നും ഉപദേശിച്ചു. ജലന്ധര നിഗ്രഹമാണ് വിഷ്ണുമായുടെ അവതാരലക്ഷ്യമെന്നും അത് നിർവഹിക്കേണ്ട സമയമായെന്നും നാരദൻ വിഷ്ണുമായെയും കൂളിവാകയെയും അറിയിച്ചു. ജന്മരഹസ്യവും താൻ നിർവഹിക്കേണ്ട ദൗത്യവും മനസ്സിലാക്കിയപ്പോൾ അവന് അഭിമാനവും പരിഭ്രമവും ഒരേ സമയമുണ്ടായി. ബാല്യം പിന്നിടാത്ത തനിക്ക് ശക്തനായ ജലന്ധരനെ വധിക്കാനുള്ള ശക്തി കരഗതമാവണമെങ്കിൽ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹം കൂടിയേ തീരൂ എന്ന് വിഷ്ണുമായ്ക്ക് മനസ്സിലായി. യാത്രാനുമതിക്കായി അവൻ കൂളിവാകയെ സമീപിച്ചു. യാത്ര ചോദിക്കാനെത്തിയ വിഷ്ണുമായെ കൂളിവാക വാരിപ്പുണർന്നു. ഇന്നോളം തന്റെ മകനിൽ നിന്ന് അവന്റെ അച്ഛനമ്മമാർ ആരാണെന്ന കാര്യം മറച്ചുവെച്ചതിനു അവൾ മാപ്പിരന്നു. വളർത്തമ്മയുടെയും തോഴരുടെയും അനുവാദത്തോടെ വിഷ്ണുമായ കൈലാസത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോത്തിൻ പുറമേറി ഇരാറം മൂളിച്ചുകൊണ്ടുള്ള ഈ രൂപത്തിൽ തന്നെ നന്ദികേശനും കൂട്ടരും അകത്തേക്കു വിടില്ലെന്ന് വിഷ്ണുമായ്ക്ക് മനസ്സിലായി. ഒരു മാത്ര വിഷ്ണുമായ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു. മുമ്പ് പലപ്പോഴും തനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിഷ്ണുരൂപം ഉടൻ കൈവന്നു. വിഷ്ണു രൂപത്തിലെത്തിയ വിഷ്ണുമായെ നന്ദികേശൻ ശിവപാർവതിമാരുടെ സവിധത്തിലെത്തിച്ചു. ശിവസന്നിധിയിലെത്തിയ പുത്രനെ കണ്ട് അദ്ദേഹം അമ്പരന്നു. തന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച വിഷ്ണുമായെ ശിവപാർവതിമാർ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി. ജലന്ധരവധത്തിനാവശ്യമായ എല്ലാ രഹസ്യങ്ങളും പരമശിവൻ വിഷ്ണുമായ്ക്ക് പറഞ്ഞുകൊടുത്തു. കൂടാതെ ബ്രഹ്മാവിൽ നിന്നും ഇഷ്ടവരം നേടി ഭൂമി വിറപ്പിച്ചിരുന്ന ഭൃംഗനെ നിഗ്രഹിക്കാനായി പാർവതി ചതുരുപായങ്ങളും അതിശക്തമായ കുറുവടികളും നൽകി ആശീർവദിച്ചു. തന്റെ അന്തകനാകാൻ വിഷ്ണുമായ സ്വാമി സജ്ജനായതറിയാതെ ദേവേന്ദ്രനിൽ നിന്നും ലഭിച്ച വരം കൊണ്ട് ശക്തിയാർജിച്ച ജലന്ധരൻ ത്രിലോകങ്ങളിലും ഭീതി പരത്തുകയായിരുന്നു. വരലബ്ധിയാൽ അന്ധനായ ജലന്ധരൻ നാരദന്റെ ഏഷണിയാൽ വശം വദനായി ശിവപത്നിയായ ശ്രീ പാർവതിയെ വേൽക്കാൻ തുനിഞ്ഞിറങ്ങി. കൈലാസത്തിലെത്തിയ ജലന്ധരൻ ശിവപരമാത്മാവിനെ യുദ്ധത്തിന് വിളിച്ചു. ശ്രീ പരമേശ്വരൻ വിഷ്ണുമായെ അർത്ഥഗർഭമായി ഒന്നു നോക്കി മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടെ വിഷ്ണുമായ സ്വാമി ജലന്ധരനോടെതിരിട്ടു.
ജലന്ധര നിഗ്രഹത്തോടെ വിഷ്ണുമായ സ്വാമിയുടെ ശത്രുനിഗ്രഹശേഷി ശ്ലാഘിക്കപ്പെട്ടു. ദേവേന്ദ്രൻ ഭഗവാനെ സ്വർഗലോകത്തേക്കു ക്ഷണിച്ചു. എന്നാൽ ജനസേവനത്തിന്റെ മഹനീയ രംഗം ഭൂമിയിലാണെന്നും തന്റെ ദൗത്യം നിർവഹിക്കേണ്ടത് ഭൂമിയിലാണെന്നും അറിയിച്ചു ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമി ഭൂമിയിലേക്ക് തിരിച്ചു. ഇതിനിടെ ഭൃംഗൻ എന്ന അസുരൻ വിഷ്ണുമായ സ്വാമിയുടെ വളർത്തമ്മയായ കൂളിവാകയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ വിഷ്ണുമായ ഭൃംഗസുരനുമായി ഏറ്റുമുട്ടി. വലിയൊരു സൈന്യത്തിന്റെ പിൻബലം അസുരനുണ്ടായിരുന്നു. അനുചരൻ കരിങ്കുട്ടിയോടൊപ്പം വിഷ്ണുമായ സ്വാമി യുദ്ധത്തിൽ മുന്നേറി. പോരിനിടയിൽ വിഷ്ണുമായയ്ക്ക് മുറിവേറ്റു. രക്തം ഭൂമിയിൽ പതിച്ച മാത്രയിൽ അതിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാർ ജന്മമെടുത്തു. അപ്പോൾ ഭൃംഗാസുരൻ ബ്രഹ്മദത്തമായ 10 അസ്ത്രങ്ങൾ വിഷ്ണുമായയ്ക്കെതിരെ പ്രയോഗിച്ചു. ആ മാരകാസ്ത്രങ്ങൾ വിഴുങ്ങി 10 കുട്ടിച്ചാത്തന്മാർ ആത്മാഹുതി ചെയ്തു. ശേഷിച്ച 390 കുട്ടിച്ചാത്തന്മാർ ഭൃംഗന്റെ സൈന്യത്തെ കൊന്നൊടുക്കി. ഒടുവിൽ അതിശക്തമായ തന്റെ കുറുവടികൾ ചുഴറ്റിയെറിഞ്ഞ് വിഷ്ണുമായ ഭൃംഗാസുരന്റെ കത്കഴിച്ചു. പിന്നീട് രാമാവതാരത്തിൽ രാവണാദികളെ നിഗ്രഹിക്കാൻ രാമൻ സഹായകമായി ഭവിച്ചത് വിഷ്ണുമായ തേജസ് ഉൾക്കൊണ്ട വില്ലും ശരങ്ങളുമാണ്. അതുപോലെ കൃഷ്ണാവതാരത്തിൽ ചക്രരൂപത്തിൽ അവതരിച്ചതും ഇപ്പോൾ കലിയുഗത്തിൽ ഭൂരക്ഷകനായി വർത്തിക്കുന്നതും സാക്ഷാൽ ശ്രീ വിഷ്ണുമായ സ്വാമിയാണ്. പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ.